ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. റഷ്യയിൽ മരണപ്പെട്ട സന്ദീപിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി. കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചാലക്കുടി ചാത്തഞ്ചാൽ പുനരുദ്ധാരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. 7.27 കോടി നബാർഡ് ഫണ്ട് അനുമതി ലഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2 ഘട്ടങ്ങളായി നടപ്പിലാക്കും. വാർത്തകൾ വിശദമായി. റഷ്യയിൽ മരണപ്പെട്ട സന്ദീപിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. കല്ലൂർ നായരങ്ങാടിയിലെ സന്ദീപിന്റെ വീട്ടിലെത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ചത്. വിദേശകാര്യ വകുപ്പിലും എംബസിയിലും ബന്ധപ്പെട്ടതായും മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെ കൊടുങ്ങല്ലൂർ വടക്കേ നടയിലാണ് സംഭവം. അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിയായ അഞ്ചങ്ങാടി സ്വദേശിയുടെ 7 പവന്റെ മാലയാണ് ബസ്സിൽ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ ചേർന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചത്. സംഭവം കണ്ട യാത്രക്കാരി ബഹളം വെച്ചതോടെ മറ്റ് യാത്രക്കാരും കണ്ടക്ടറും ചേർന്ന് സ്ത്രീകളെ പിടികൂടുകയായിരുന്നു. ഇവരെ കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറി. ചാലക്കുടി ചാത്തഞ്ചാൽ പുനരുദ്ധാരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചാത്തഞ്ചാൽ പദ്ധതിക്ക് അനുമതി കിട്ടിയത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ പദ്ധതി തന്നെ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകുന്ന ഒരു സാഹചര്യം. 5 തവണ ടെൻഡർ ചെയ്തിട്ടും ഈ പദ്ധതി എടുക്കാനായിട്ട് ആളില്ലാത്ത ഒരു സാഹചര്യം. നമുക്കൊക്കെ അറിയാം, കൊരട്ടിച്ചാല് പദ്ധതിക്കുണ്ടായ ഒരു അവസ്ഥ ചാത്തഞ്ചാൽ പദ്ധതിക്കും ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, KLDC ചെയർമാൻ PV സത്യനേശൻ, ലിജി അനിൽകുമാർ, മോളി തോമസ്, രാഖി സുരേഷ്, PK ശാലിനി, കൃഷി ഓഫീസർ ഡോണ സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. 7.27 കോടി രൂപ നബാർഡ് ഫണ്ട് അനുമതി ലഭിച്ചിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 2 ഘട്ടങ്ങളായി നടപ്പിലാക്കുന്ന തരത്തിലാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. 900 മീറ്റർ പാർശ്വഭിത്തി, 300 മീറ്റർ റോഡ്, ഫുട് സ്ലാബുകൾ സ്ഥാപിക്കൽ, 1410 മീറ്റർ ആഴം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. KLDCയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക, ആരോപണങ്ങൾ നേരിടുന്ന CPIM MLAമാർ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അന്നമനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഈ പിണറായി ഗവൺമെന്റിനെ സംബന്ധിച്ച് കോൺഗ്രസും UDFും കാലങ്ങളായി അമ്പിച്ച പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ളയ്ക്കും അഴിമതിക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണെന്ന് കാലങ്ങളായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കരൻ അദ്ദേഹം നടത്തിയ അഴിമതിയുടെ പേരിൽ 113 ദിവസം ജയിലിൽ കിടന്ന സംഭവം നമുക്കറിയാം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷനായി. KK രവി നമ്പൂതിരി, ഹക്കിം ഇക്ബാൽ, KA ഇക്ബാൽ, സാനി ചക്കാലക്കൽ, VG സുമേഷ് കുമാർ, TI കരീം, സെബു ജോസഫ്, ധന്യ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കേരളത്തിലെ കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരിൽ ഒരാളായ കുളൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ സുധാ ദേവദാസിന് എരവത്തൂർ ശ്രീകൃഷ്ണ വിലാസം LP സ്കൂൾ അധ്യാപകരും PTA അംഗങ്ങളും ഉപഹാരം സമർപ്പിച്ചു. HM ഷംനാഥ്, PTA പ്രസിഡന്റ് സാലി ഷിജിൽ, MPTA പ്രസിഡന്റ് നിവേദ്യ ജിനീഷ്, സെക്രട്ടറി ഷീജ, ജോയിന്റ് സെക്രട്ടറി ജൂൺ, കോർഡിനേറ്റർ രാഖി, മീറ്റിംഗ് കൺവീനർ അഞ്ജു ജോയിൻ, കൺവീനർ അഷിത, മറ്റ് അധ്യാപകർ എന്നിവർ ഉപഹാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു.
40 വർഷത്തെ സത്യസന്ധമായ ജനസേവനത്തിലൂടെ മുൻനിരയിലെത്തിയ ചാലക്കുടിയിലെ ശില്പി ജ്വല്ലേഴ്സിന്റെ സഹോദര സ്ഥാപനം ശില്പി സ്പാർക്കിൽ ചാലക്കുടി നോർത്ത് ജംഗ്ഷൻ പ്രതാപ് ആർക്കേഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് 916 ആഭരണങ്ങൾ, 18 ക്യാരറ്റ് യെല്ലോ ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് ആഭരണങ്ങൾ, 250 മില്ലിയിൽ ആരംഭിക്കുന്ന ചെയിനുകൾ, 150 മില്ലിയിൽ ആരംഭിക്കുന്ന കൈ ചെയിനുകൾ, ജന്മനക്ഷത്രക്കല്ല് പതിപ്പിച്ച മോതിരങ്ങൾ, കുവൈറ്റി, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ കളക്ഷൻ, മെഗാസി മോഡലുകളിലുള്ള നെക്ലേസുകൾ, 3000 രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ, 2500 രൂപ മുതൽ 18 ക്യാരറ്റ് ചെയിനുകൾ, ഇമ്പോർട്ടഡ് വെള്ളി ആഭരണങ്ങൾ, യെല്ലോ ആൻഡ് റോസ് സിൽവർ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, പൂജയ്ക്ക് ആവശ്യമായ എല്ലാവിധ വെള്ളിപ്പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ എന്നിവയാണ് ശില്പി ജ്വല്ലറി ആൻഡ് ശില്പി സ്പാർക്കിളിന്റെ സവിശേഷതകൾ. കൂടാതെ കല്യാണ പർച്ചേസുകൾക്ക് പ്രത്യേകം ഡിസ്കൗണ്ടുകൾ. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യയിൽ മരണപ്പെട്ട സന്ദീപിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി. കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചാലക്കുടി ചാത്തഞ്ചാൽ പുനരുദ്ധാരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. 7.27 കോടി നബാർഡ് ഫണ്ട് അനുമതി ലഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2 ഘട്ടങ്ങളായി നടപ്പിലാക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.